നമുക്കിനി ഇതിൽ കോൺഫിഗറേഷൻ പെൻഡിങ് ഉള്ളത് ഒന്ന് ACS ആണ്, പിന്നെ അതുപോലെ വോയിസ് ആണ്. അപ്പോൾ ACSും വോയിസും കൂടെ ഒരു വീഡിയോയിലായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ ഡാറ്റാസ് എടുക്കാനാവില്ല. അപ്പോൾ നമുക്ക് വോയിസ് കോൺഫിഗർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് നോക്കുക. നേരെ ആപ്ലിക്കേഷനിൽ പോവുക, ആപ്ലിക്കേഷനിൽ പോയിട്ട് വോയിസ് ബേസിക് സെറ്റിങ്സ് എടുക്കുക. ഇനി നമുക്കിവിടെ എൻ്റർ ചെയ്യാനുള്ള ഡാറ്റ ഉണ്ട്. അതായത് ഈ ഡാറ്റേൻ്റെ കേസിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ എക്സ്ചേഞ്ച് നമ്പറൊക്കെ ആണെങ്കിൽ UTIMS, അതായത് UT കോർ സ്വിച്ചിലാണ് ഉണ്ടാവുക. അത് നമുക്ക് ആ നമ്പർ വെച്ചിട്ട് ഏത് ലെവലായാലും ഇനി ഏത് ഓപ്പറേറ്റർ ആയാലും ആ നമ്പറിനനുസരിച്ച് ഇവിടെ പാരാമീറ്റർ മാറും. BSNL സംബന്ധിച്ച് പഴയ എക്സ്ചേഞ്ച് നമ്പറൊക്കെ UT കോറിലാണുള്ളത്. അപ്പോൾ ആദ്യം അതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആ ഡാറ്റ ഞാൻ ജസ്റ്റ് ആ സിപ്പ് പാരാമീറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്, അത് എൻ്റർ ചെയ്ത് വെച്ച് അത് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. 5 ഇടത്തിൽ ഇതുപോലെ നമുക്ക് പേസ്റ്റ് ചെയ്യാനുണ്ടാവും. ജസ്റ്റ് ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സിപ്പ് IP അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമുക്ക് 5 ഇടത്തിൽ ഇത് പേസ്റ്റ് ചെയ്ത് വെക്കുക, ഡൊമൈന് വരെയുള്ള. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓക്കെ ഇതിൽ എല്ലാത്തിലും കൂടെ എൻ്റർ ചെയ്തേക്കട്ടോ. അതായത് ഈ കാണുന്ന ഒരു ഏരിയയിലെ 560 കാണുന്ന നമ്മൾ OLT വഴി പുഷ് ചെയ്യുമ്പോൾ 5 കാണിക്കുന്നതെങ്കിൽ ഇവിടെ കുറച്ച് കൂടുതലുണ്ടാവും. സ്റ്റാൻഡ് ബൈ സിപ്പ് പ്രോക്സിയും കൂടെ അതിലും കൂടെ എൻ്റർ ചെയ്തിട്ടേക്കുക. ഓക്കെ ഇവിടെ യൂസർ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് എനേബിൾ ചെയ്തേക്കുക. എനേബിൾ ചെയ്തിട്ട് യൂസർ നമ്പർ നമ്മൾ കൊടുക്കേണ്ടത് ഏത് സീരീസാണ്. ഇവിടെ ഇപ്പോൾ UT സീരീസ് ആണെങ്കിൽ നമ്മൾ 0091 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 49 ഏതാണോ വരിക ആ ഒരു ലെവലിൽ 65 ഏതും ആവാം. അപ്പോൾ അതാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്ത് കൊടുക്കും. യൂസർ അക്കൗണ്ടും സെയിം ഡാറ്റ വരിക. ഈ വോയിസ് പാസ്വേഡ് എന്താണോ BSNL സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ISP സൈഡിൽ നിന്ന് തരുന്ന പാസ്വേഡ്, ആ പാസ്വേഡ് അടിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തേക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ബാക്കി രണ്ടും എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. C.ലാണെങ്കിൽ ഒരു 296 ഒക്കെ വരുന്ന സീരീസാണ്. അപ്പോൾ അതിൽ വരിക KL.FTTH. എന്ന് വരുന്ന ഒരു സിപ്പ് പാരാമീറ്ററാണ്. അതും ഇതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എടുക്കുക, കോപ്പി ചെയ്തേക്കുക. ആദ്യമൊക്കെ FTTH ഒക്കെ കൊടുത്ത് തുടങ്ങിയ സമയത്തൊക്കെ ആ നമ്പർ സീരീസ് കൂടുതലുണ്ടായിരുന്നു, 296, 298. അതിൽ കറക്റ്റ് നമ്പർ ലെവൽ കംപ്ലീറ്റ് നിങ്ങൾ ജസ്റ്റ് BBCനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ആരാണോ അതിൻ്റെ ഒരു ടേക്കപ്പ് ചെയ്ത് പോകുന്ന അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നമ്പർ ഏത് ലെവലാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇത് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത്രയും ചെയ്ത ശേഷം ഇതിൻ്റെ നമ്പർ ലെവൽ സെറ്റ് ചെയ്യുന്നൊരു മെത്തേഡ് ചെറിയൊരു മാറ്റം ഉണ്ടാവും. C. ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, 9149 ഏതാണോ വരുന്നത് 65 ഏത് വേണമെങ്കിലും ആക്കാം. 914 എന്ന് പറഞ്ഞ 49 അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ ഇതേപോലെ തന്നെ യൂസർ അക്കൗണ്ടിൽ മാറ്റി കൊടുത്തേക്കുക, യൂസർ നമ്പറിലും മാറ്റി കൊടുത്തേക്കുക. അത് കഴിഞ്ഞിട്ട് പാസ്വേഡ് എന്താണോ വരുന്നത് ISP സൈഡിൽ നിന്ന് ആ പാസ്വേഡ് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ പാസ്വേഡിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഉവായി എന്ന് പറഞ്ഞൊരു 22220 എന്നൊക്കെ പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അതിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അതും കൂടെ നോക്കാം. അപ്പോൾ ഓരോന്നിൻ്റെതും ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കട്ടോ. അതിലുണ്ടാവുക KL.FTTH.IMS.BSNL. എന്നുള്ള രീതിയിലാണ് സിപ്പ് പാരാമീറ്റർ വരിക. അപ്പോൾ അതും ഇതേപോലെ തന്നെ മാറ്റി കൊടുക്കാനേ ഉള്ളൂ, വേറെ കാര്യമായിട്ടുള്ള കേസൊന്നും ഇതിലില്ല. അതിൽ സിപ്പ് പാരാമീറ്റർ മാറ്റണം, നമ്പറിൻ്റെ ലെവലും ഒന്ന് മാറ്റി കൊടുത്തേക്കണം. ഇനി നമുക്ക് ഇവിടെ വരിക +9149 എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ഇതിൽ ഹുവായിൽ കൊടുക്കേണ്ടത്. അവിടെ യൂസർ അക്കൗണ്ട് മാറ്റുക, യൂസർ നമ്പറും മാറ്റുക, ഇത്രയും മാറ്റാനുള്ളൂ.
എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് വെച്ചാൽ അതും സേവ് ആയി. ഇത്രയാണ് വോയിസിൻ്റെ കോൺഫിഗറേഷനിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എൻ്റർ ചെയ്യേണ്ടതിൻ്റെ ബേസ് ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി ACS ചെയ്യാനാണുള്ളത്, അതും കൂടെ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ സെപ്പറേറ്റ് ഡിസ്ക്രിപ്ഷൻ ആക്കിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ അതും കൂടെ ചെയ്തിട്ടേക്കാം.